ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് ബലപ്പെടുത്തിയതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-17. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുമ്പോൾ മനുഷ്യരെ കാണിക്കേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യരല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് കാണേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. ഉപവാസത്തെക്കുറിച്ച് നമ്മൾ ഏതാണ്ട് സവിസ്തരമായി ചിന്തിച്ചു കഴിഞ്ഞ 2 വീഡിയോയിലായി ഞാൻ വേദപുസ്തകത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി കാണുന്ന ഉപവാസങ്ങളെയും ഉപവാസത്തിൽ എന്ത് ചെയ്യണമെന്നും ഒക്കെ നാം ചിന്തിച്ചു കഴിഞ്ഞു. വീണ്ടും ഒരു വീഡിയോ ആ ബന്ധത്തിൽ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നതല്ല. എന്നാൽ ദിവസത്തിലിരുന്നപ്പോൾ ചില കാര്യങ്ങൾ വീണ്ടും ഒന്ന് എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി. തികച്ചും ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് ചർവണമായിരിക്കുമെങ്കിലും ചില അടിസ്ഥാന പ്രിൻസിപ്പിളുകൾ ഒന്നുകൂടെ ഓർപ്പിക്കണം എന്ന് തോന്നിയതിനാലാണ് വീണ്ടും ഒരു വീഡിയോ കൂടെ ആ ബന്ധത്തിൽ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അത് താല്പര്യമില്ലാത്തതായിരിക്കും, എങ്കിലും ചിലർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഉപവാസത്തിന് വായിച്ച വാക്യങ്ങളിൽ നിന്ന് തന്നെയാണ് പ്രധാനമായിട്ട് നാം എന്ത് ചെയ്യണം. ഉപവാസമൊന്നും പറഞ്ഞ് തെക്കോടൊക്കെ നടക്കാമോ? ആഹാരം കഴിക്കാൻ നടന്നാൽ ദൈവം അംഗീകരിക്കുന്ന ഉപവാസമാകുമോ? അല്ലെങ്കിൽ ഉച്ചവരെയോ വൈകുന്നവരെയോ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ അത് ഉപവാസമാകുമോ? പലരും അങ്ങനെ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാറുണ്ട്. എന്നാൽ ഉപവാസം ഫലപ്രദമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഉപവാസത്തിൻ്റെ എന്താണ് ഉപവാസമെന്ന് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും ഇടയ്ക്ക് പറഞ്ഞു. കൂടെ വസിക്കുക, ഇതാണ് ശരിക്കും ഉപവാസത്തിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തോട് കൂടെ വസിക്കുക, ഇതാണല്ലോ ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരനുഭവമാണ് ഉപവാസം. ക്രിസ്തീയ ജീവിതത്തിൽ ഈ ശക്തി ചോർന്നു പോകാതെ നിലനിർത്തുവാനും ബലം പ്രാപിപ്പാനും ദൈവസന്നിധിയിലിരുന്ന ദൈവം തിരിച്ചറിയുവാനും ആത്മബലം പുതുക്കുവാനും ജീവിത വിശുദ്ധി കാത്തുകൊള്ളാനും എല്ലാം ഉപവാസം നമ്മെ സഹായിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഉപവാസത്തിന് പ്രധാനമായി വേണ്ടത്? നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഉപവാസത്തിനുള്ള കണ്ടീഷനെക്കുറിച്ചൊക്കെ ചെയ്യുന്ന ശാപ്രവചനം 58-ാം അധ്യായത്തിൽ നിന്നും യോവേൽ 2-ാം അധ്യായത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി നാം ചിന്തിച്ചതാണ്. അങ്ങോട്ട് പോകുന്നില്ല. ചിലപ്പോൾ സന്ദർഭവശാൽ ആ ചിന്തകളും നാം എടുത്തേക്കാം. ഞാൻ ആദ്യമേ പറയട്ടെ, ഒന്ന്, ദൈവത്തോട് കൂടെ വസിക്കുന്നതാണ് യഥാർത്ഥ ഉപവാസമെങ്കിൽ അതിന് ഒരു സമയം വേർതിരിക്കുക. നമുക്ക് എല്ലാ കാര്യത്തിനും സമയമുണ്ട്. ദൈവത്തോടുകൂടി ഇരിക്കുന്നതിനും നാം സമയം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിലും 34-ാം അധ്യായത്തിലും ദൈവം മോശയോട് പറയുന്നുണ്ട്, നീ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ വന്ന് അവിടെ ഇരിക്കാം. ദൈവം അത് ആഗ്രഹിക്കുന്നു. അന്ന് വാസ്തവം പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ മരുവാസത്തിലുള്ള അവരെ ആരംഭകാലത്താണല്ലോ ഏറ്റവും അനിവാര്യനായ മനുഷ്യൻ മോശയാണ്. ഏറ്റവും ഒരു സെക്കൻഡ് പോലും ആ കൂട്ടത്തെ വിട്ട് പിരിഞ്ഞിരിക്കാൻ മോശയ്ക്ക് സാധ്യമല്ല. ആ മോശയോടാണ് ദൈവം പറയുന്നത്, നീ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ ഒന്ന് അവിടെ ഇരിക്കുക. മോശയ്ക്ക് വേണമെങ്കിൽ പറയാം, കർത്താവേ എങ്ങനെ ഞാൻ വരും? എങ്ങനെ വരും? കാരണം പുറപ്പാട് പുസ്തകത്തിൽ തന്നെയുണ്ട്, അവൻ്റെ അമ്മാവിയപ്പൻ വന്ന് അവൻ്റെ ഒരു ദിവസം കണ്ടപ്പോൾ ഭയന്നു പോയത്. അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ വരാനാ കർത്താവേ? ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു എന്ന് മോശയ്ക്ക് പറയാം. പക്ഷേ അവൻ ഓർഡറിനെ അനുസരിച്ചു. കർത്താവും പറഞ്ഞത് നാം ഈ വായിച്ച വാക്യത്തിൽ
നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യരല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് കാണേണ്ടതിന്. അപ്പോൾ രഹസ്യത്തിൽ കാണുന്ന കർത്താവിനോട് ഒത്തിരിക്കാനാണെങ്കിൽ അതിന് സമയം വേർതിരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ തിരക്കൊന്നും ദൈവസ്ഥലം വില പോകത്തില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ സന്നിധിയിലിരിക്കുന്നതാണ്. ആ ബോധം നമുക്കുണ്ടെങ്കിൽ എത്ര തിരക്കാണെങ്കിലും നാം സമയം മാറ്റിവെക്കും. നമ്മുടെ ഉറ്റവരോ വേണ്ടപ്പെട്ടവരോ ആശുപത്രിയിലായാൽ ദിവസങ്ങൾ പിടിച്ചാൽ മറ്റെല്ലാം തള്ളിക്കളഞ്ഞ് നാം അതിന് സമയം മാറ്റി വെക്കുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഉപവാസത്തിനും സമയം മാറ്റിവെച്ചേ പറ്റുകയുള്ളൂ. മാത്രമല്ല, കർത്താവ് ചന്ദ്രരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഉപവാസാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചില ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ഉപവാസം വളരെ പ്രധാനമാണ്. യേശുവിൽ വേറിട്ടിരുന്ന് ദൈവശക്തി പ്രാപിച്ച് നാം അത് ചെയ്യണം. ഇന്ന് നാം ഓടി നടക്കുകയാണ്. എന്തിനു വേണ്ടി ഓടുന്നു, എന്തിനു വേണ്ടി ബന്ധപ്പെടുന്നു നമുക്കറിയില്ല. ചിന്തിച്ച് നോക്കിയാൽ നാം അത് ശരിക്കും വിലയിരുത്തി നോക്കുമ്പോൾ നമുക്ക് പ്രയോജനമുള്ളത് ഒന്നും കാണത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയോട് അടുത്തിരിക്കാൻ നാം സമയം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. നമ്മുടെ ഭാവിയെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷയെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ്. കാരണം അവനോട് അടുത്തിരിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ ആലോചനയും ഇഷ്ടവും വെളിപ്പെടുത്തുകയുള്ളൂ. മോശ പർവ്വതത്തിൽ പോകാതെ തന്നെ ദൈവത്തിന് ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമായിരുന്നല്ലോ. പക്ഷേ ദൈവം പറഞ്ഞില്ല. കൽപ്പന നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ കൽപ്പന എഴുതി കൊടുത്തതും അത് മാത്രമല്ല, ഈ സമാഗമന കൂടാരം പണിയുമ്പോൾ ആര് പണിയണം, എന്തുകൊണ്ട് പണിയണം, എങ്ങനെ പണിയണം, എല്ലാ കാര്യങ്ങളും പർവ്വതത്തിൽ ദൈവത്തോടൊത്ത് തനിച്ചിരുന്ന സമയത്താണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷ വിജയകരമാകുകയുള്ളൂ. എന്ത് ന്യായം പറഞ്ഞാൽ, ചരിത്രത്തിൽ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന ആത്മീയ മല്ലന്മാർ, പ്രസിദ്ധർ, ദൈവം ഉപയോഗിച്ച മനുഷ്യർ എല്ലാവരും ഈ അനുഭവം ഉള്ളവരായിരുന്നു. തിരക്കിനിടയ്ക്കായാലും പ്രയാസത്തിനിടയ്ക്കായാലും അവർ സമയം മാറ്റിവെച്ച് തങ്ങളുടെ ആത്മാവിൽ പോഷണം പ്രാപിച്ച് അങ്ങനെ ദൈവ നിയോഗം പ്രാപിച്ച് ദൈവത്താൽ ശുശ്രൂഷ ചെയ്തു. അത് വിജയമായി മാറി. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ഒരു തമാശയായി മാറിയിരിക്കുന്നു. അപ്പോൾ നാം സമയം കണ്ടെത്തണമെന്ന് മാത്രമല്ല, ദൈവം അത് ആഗ്രഹിക്കുന്നുവെന്നും അർത്ഥം. 2, ഉപവസിക്കുന്ന വ്യക്തി രഹസ്യത്തിൽ കാണുന്ന കർത്താവിനോട് തനിച്ചിരിക്കുകയാണല്ലോ. ആ വ്യക്തി സ്വയശോധന നടത്തുന്നത് വളരെ ആവശ്യം. തന്നെ കണ്ടുപിടിക്കുക. ആത്മാർത്ഥമായി ദിവസങ്ങളിലിരുന്ന് തന്നെ ശോധന ചെയ്യാൻ സമയം വിനിയോഗിക്കണം. എവിടെ കുഴപ്പമുണ്ട്, എവിടെ പാളിച്ച പറ്റി, പാപം സംഭവിച്ചോ, വീഴ്ച സംഭവിച്ചോ, തകരാറ് സംഭവിച്ചോ, സ്വഭാവത്തിലെ വൈകല്യങ്ങൾ, ദൈവത്തിന് എല്ലാം തന്നെ ശോധന ചെയ്ത് അറിഞ്ഞ് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ. ഇന്ന് പലപ്പോഴും മൊത്തക്കച്ചവടത്തിലാണ് പലരും വന്നതെല്ലാം കർത്താവേ ഇങ്ങ് ക്ഷമിച്ചേര് എന്ന് പറയുന്ന പ്രവണതയാണ് നാം കാണുന്നത്. ദൈവം ക്ഷമിക്കത്തില്ല. കുറ്റം ഏറ്റുപറഞ്ഞ് ഓശാപ്രണത്തിനാ പറയുന്നത്, അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുന്നിൽ അന്വേഷിക്കുന്നവരെ ഞാൻ പോയി എൻ്റെ സ്ഥലത്തിരിക്കും. കുറ്റം ഏറ്റുപറയേണ്ടത് വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. സ്വയം കണ്ടുപിടിക്കുക, വീഴ്ച കണ്ടുപിടിക്കുക, പരാജയം കണ്ടുപിടിക്കുക. ഹായിയുടെ മുന്നിൽ ഇസ്രായേൽ തോറ്റ സമയത്ത് യോശുവ ചെയ്തതാണ്, ദൈവസന്നിധി ചെന്ന് നെടുമ്പാടങ്ങ് വീണു. ഇനി തലപൊക്കാൻ പറ്റില്ല, പരാജയമായി. അപ്പോൾ ദൈവം അവൻ വീണ് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എഴുന്നേറ്റു. ദൈവനെ എഴുന്നേൽപ്പിച്ചു. ദൈവം ഇടപെട്ടു. എന്താ ഇസ്രായേൽ പാപം ചെയ്തു, ഞാൻ അവിടെ മധ്യേ എനിക്ക് നടക്കാനൊക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ദൈവമല്ല ഇതിൻ്റെ ആരും ചെയ്തതെന്ന് പറഞ്ഞു കൊടുത്തത്. അതിൻ്റെ സംവിധാനം ഒരുക്കി അവരെല്ലാവരും ഒന്നിച്ചുകൂടി ഗോത്രങ്ങൾക്ക് ചീട്ടിട്ടു. എന്നിട്ട് കുടുംബമായി ചീട്ടിട്ടു. എന്തിനു പറയുന്നു, ഓരോ അവസാനം ആ കാലിലെത്തി. അവനോട് ചോദ്യം ചെയ്തു,
കാര്യം കണ്ടുപിടിച്ചു. അപ്പോൾ ഈ കണ്ടുപിടിക്കുക എന്നുള്ളത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. ദാനിയേൽ അതാണല്ലോ പറഞ്ഞത്, യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 കൊല്ലം കൊണ്ട് തീരും എന്നറിഞ്ഞപ്പോൾ ബാബിലോണിയ സാമ്രാജ്യം അവസാനിച്ചതിന് ശേഷം ദാനിയേൽ ദൈവത്തോട് നിലവിളിക്കുന്നു, ഉപവസിച്ചു, ഏറ്റെടുത്തു, വെണ്ണീറിലിരുന്നു, ഏറ്റുപറയാണ് തങ്ങളുടെ പാപത്തെ, ഇസ്രായേൽ ജനത്തിൻ്റെ പരാജയത്തെ, എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു, എന്തുകൊണ്ട് അടിമത്തത്തിൽ പോയി, അതെല്ലാം കൃത്യമായിട്ട് അവൻ ഏറ്റുപറയുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നമുക്കിത് കാണാമല്ലോ, നേരത്തെ ചിന്തിച്ചാണല്ലോ. ആത്മാർത്ഥമായ ഏറ്റുപറച്ചിലില്ലാതെ കുറേ പട്ടിണി കിടന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. 40 ദിവസമല്ല, 3 മാസം ഇരുന്നാലും ഒരു കാര്യമില്ല. ഇന്ന് ആത്മീയ രംഗത്ത് നാം ഇത് കാണുന്നുണ്ടോ? ഒന്നാമതേ ഈ കൂട്ടമായി പൊതുസ്ഥലങ്ങളിൽ ഈ ബഹളം നടത്തുന്നത് ദൈവവചനത്തിന്, ദൈവപ്രമാണത്തിന് വിരുദ്ധമാണ്. കാരണം സ്വയശോധനയ്ക്ക്, ശുദ്ധീകരണത്തിന്, ഏറ്റുപറച്ചിലിന്, ക്രമീകരണത്തിന് എല്ലാം വിധേയമാകേണ്ടത് പൊതുവിൽ നാട്ടുകാരോട് പറയാനല്ല. ഇത് പറഞ്ഞാൽ ആര് കേൾക്കാൻ? പലർക്കും വചനത്തിലെ പ്രമാണങ്ങൾ നിർബന്ധമല്ലല്ലോ. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞു, നിങ്ങളുടെ ഈ കലാപരിപാടിയിലൊന്നും ഞാൻ പ്രസാദിക്കുകയില്ല. ഒരു മന്ത്രവ്യായാമം മാത്രം. ഉയർച്ച താഴ്ചകളെ, പരാജയങ്ങളെ ആത്മാർത്ഥമായി കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന, ദൈവത്തിൽ യഥാസ്ഥാനപ്പെടുന്ന ഒരനുഭവം ഉണ്ടാണ്. മാത്രമല്ല, അടുത്ത അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എനിക്ക് പറയാനുണ്ട്. ബന്ധങ്ങളിലെ വിള്ളൽ കണ്ടുപിടിക്കുക. കൊടുക്കൽ വാങ്ങൽ. കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, നീ വഴിപാട് കൊണ്ടുവരുമ്പോൾ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ബോധ്യമായാൽ വഴിപാട് അവിടെ വെച്ച് കൂട്ടുകാരനോട് നിർണയിച്ചു വാ. ഇന്നോ ചങ്കിൽ കുത്തിയതുപോലെ പരസ്യമായിട്ട് മറ്റുള്ളവരെ അവഹേളിക്കുകയും നിന്ദിക്കുകയും തോർക്കാനുള്ള വ്യാജ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ട് വന്ന് പട്ടിണി കിടന്നാൽ ദൈവം പ്രസാദിക്കൂ? അങ്ങനെയാണെങ്കിൽ ദൈവവചനം കള്ളമായിരിക്കണം. ദൈവം തന്നെ പ്രമാണം വിട്ട് ഒന്നും ചെയ്യില്ല. അവൻ്റെ വചനത്തിന് അവൻ മാറ്റം വരുത്തില്ല. അവൻ്റെ വചനപ്രകാരമല്ലാതെ അവനെ അന്വേഷിച്ചാൽ ദൈവം പ്രസാദിക്കത്തുമില്ല. ബന്ധങ്ങളെ വിള്ളൽ നികത്തുക മാത്രമല്ല, അടുത്ത അതിനേക്കാൾ പ്രധാനപ്പെട്ടുണ്ട് കൊടുക്കൽ വാങ്ങൽ. ആരോടെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കുക. ഒരിക്കലേ ഞാൻ ഒരു പ്രാവശ്യമേ സാക്പുരനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടിയുള്ളൂ. 79 ചെന്നൈയിലെ ഒരു കോൺഫറൻസിൽ വെച്ച് അദ്ദേഹത്തെ കാണുവാൻ്റെ പ്രസംഗവും കേട്ടു. അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പാസ്റ്റർമാരെ ഒരു 1500ഓളം പാസ്റ്റർമാർ കൂട്ടുന്ന കോൺഫറൻസിലാണ്. അന്ന് പ്രസംഗിച്ചു, നീ ആർക്കെങ്കിലും എന്തെങ്കിലും കടംപെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അകാരണമായി ആരുടെയെങ്കിലും മുതൽ നീ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുമ്പോൾ പലിശ സഹിതം തിരികെ കൊടുത്തിട്ട് നീ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അതിന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുകയുള്ളൂ. എന്നെ നശിച്ചു പോയി. അത് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. ഇന്നോ ഉണ്ണുണ്ണി സാറിൻ്റെ ജീവചരിത്രത്തിൽ ഒത്തിരി പല കാര്യങ്ങളുണ്ട്. ഞാൻ വായിച്ച ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. ആളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ പുസ്തകത്തിലുണ്ട്, ഒരു അച്ചായൻ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി രക്ഷിക്കപ്പെട്ടു മുന്നോട്ട് വന്നു. അക്കാലമാണ് എല്ലാവരും പരിശുദ്ധാത്മസ്ഥാനം പ്രാപിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മസ്ഥാനത്തിന് വേണ്ടി താനും കാത്തിരിക്കുക. അപ്പോൾ എത്രയായിട്ടും ഒന്നും കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു പശുക്കുട്ടി നിൽക്കുന്നു. എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഒരു പശുക്കുട്ടി. അപ്പോഴേ കാര്യം മനസ്സിലാകുന്നേ, അടുത്തുള്ള ഒരു നായരുടെ കന്നുക്കുട്ടി തൻ്റെ വയലിലിറങ്ങി നെല്ല് ഞാറ് തിന്നുന്നത് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുക. ഒന്നും നോക്കിയില്ല, ഒരു കല്ലെടുത്തൊന്ന് വെച്ചു കൊടുത്തു. പശുക്കുട്ടി താഴെ വീഴും, ചത്തു. ആരും അറിയാതെ അതിനെ കുഴിച്ചിട്ടു. അതിൻ്റെ ഉടയൊന്നും അറിഞ്ഞില്ല, അവർ പറഞ്ഞുമില്ല. വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ പശുക്കുട്ടി ഉന്നയിക്കുക പരിശുദ്ധാത്മസ്ഥാനം പ്രാപിക്കാൻ
ഇത് വെച്ച് നോക്കണം, ഇന്നത്തെ ആളുകൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. നായരുടെ വീട്ടിൽ അപ്പോഴേ അവർ പറയുന്നേ. അവിടെ ചെന്നു. ഈ പ്രിയപ്പെട്ടവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എത്ര കാശ് പറയുന്നോ ഞാൻ തരാം. അവർ കാശ് വാങ്ങിയില്ല. കാര്യം ശരിയായി വന്നിരുന്ന പരിശുദ്ധാത്മാസ്ഥാനം പ്രാപിച്ചു. വേറൊരാൾ ഒരിക്കൽ പറയുന്നത് കേട്ടു, 2 കെട്ട സോപ്പ് കുളക്കരയിരിക്കുന്നു അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ. മനസ്സിലായില്ല പുള്ളിക്കാരുടെ കാര്യം പിടികിട്ടി. എൻ്റെ ഒരു സ്നേഹിതൻ കുളിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം വെള്ളത്തിറങ്ങാൻ വേണ്ടി സോപ്പ് എടുത്ത് ഒളിച്ചു വെച്ചു. അദ്ദേഹം തുണി അലക്കാനും ഒക്കെ നോക്കിയപ്പോൾ സോപ്പ് കാണാനില്ല. പുള്ളി ഒന്നും മിണ്ടിയുമില്ല. പക്ഷേ അതവിടെ ദൈവസേനയിൽ റെക്കോർഡായി. ഇതുപോലെ അത് ഏറ്റു പറഞ്ഞപ്പോൾ കാര്യം ശരി. ചിലരെ ക്ഷമ ചോദിക്കുന്നതിൻ്റെ രീതിയുണ്ട്, അത് കണ്ടുപിടിക്കുന്ന ജോലി നമുക്ക്. പലരും എന്നോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരാൾ വന്ന് എന്നോട് ക്ഷമ ചോദിച്ചു, പാസ്റ്ററെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചേക്കാം. അല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കണ്ടേ? കാരണം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. വേറെ ആളെനിക്ക് ടെലിഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, പാസ്റ്റർക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്കണം. എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഈ പുള്ളിയാണെന്നും അറിയുന്നേ. ഇങ്ങനെയുള്ള ഒത്തിരി കാപട്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. ഇതൊന്നും ദൈവം അംഗീകരിക്കത്തില്ല. കൊടുത്തു തീർക്കാനുള്ളത് എന്ത് ന്യായം പറഞ്ഞാലും കൊടുത്തു തീർക്കാതെ സ്വർഗത്തിലെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. നിരാഹാര സമരം നടത്തി, നല്ല ബലമായിരുന്നു. അല്ല, എന്തിനു പറയുന്നു, ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നാളെ ഉപവാസമായിരുന്നു, പക്ഷേ തൈര് കുടിച്ച് നല്ല ബലം, തൈര് അതിനെ സഹായിച്ചത്. അല്ലെങ്കിൽ മറ്റു പലതും പോട്ടെ, ജ്യൂസ് സഹായിച്ചതെന്ന് വേറൊരാൾ. ഇത്ര ദിവസം ഉപവാസമായിരുന്നു. എന്തിനിങ്ങനെ കാപട്യം കാണിക്കുന്നു? ഏറ്റുപറച്ചിലും നിരപ്പ് പ്രാപിക്കലും ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യം. അതല്ലാതെ ഈ യാക്കോബ് ലേഖനത്തിൽ രോഗശാന്തി വരുന്നതിന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവിടെ യാക്കോബ് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. സഹോദര വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേരാ. അല്ല സഹോദര, ഞാൻ ഇന്ന വിഷയത്തിൽ നിനക്ക് വിരുദ്ധമായി ചെയ്തു, അതിനോട് ക്ഷമിക്ക് എന്ന് പറയുമ്പോഴേ നിന്റെ ക്ഷമാപണം ശരിയാകത്തുള്ളൂ. എന്നിട്ട് വന്നിരുന്ന് ഉപവസിക്കുക. അല്ലാതെ യശയ്യാ 52 അധ്യായത്തിലും പറയുന്നതാണല്ലോ, അന്യായ ബന്ധനങ്ങളെ അഴിക്ക്, ദുഷ്ടത കെട്ടുകളെ അഴിക്ക്, എല്ലാ നുഖവും താർക്ക്, ബദ്ധനായിരിക്കുന്നതിനെ, അടിമയായി പിടിച്ചു വച്ചിരിക്കുന്നതിനെ സ്വതന്ത്രനാക്ക്. ഇതില്ലാതെ വൈരാഗ്യവും വിദ്വേഷവും അപവാദവും നിന്ദയും അന്യോന്യം തോർക്കുന്ന സ്വഭാവവും വെച്ചിട്ട് നാം ഉപവസിച്ചാൽ വെറുതെയാണ്. ഇതല്ലേ ഉള്ളത് നടക്കുന്നത്, ഇതല്ലേ നടക്കുന്നത്. അപ്പോൾ ഉപവസിക്കുമ്പോൾ സ്വയശോധന വേണം. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇന്നലെ ഞാൻ ഒന്നുകൂടെ പറയുന്നു. വിലാപങ്ങളിൽ എരുമയാ പറയുന്നു, നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുക, നാം കൈകളെയും ഹൃദയത്തെയും ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. സ്വയശോധന. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ കുറ്റമറ്റ മനസാക്ഷിയോടെ ഉപവസിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉപവാസം വെറുതെ. കൊടുത്ത് തീർക്കേണ്ടതാണ്, കൊടുത്ത് തീർത്തില്ല എങ്കിൽ ഉപവാസം വെറുതെ. അന്യായം ചെയ്തിട്ട് പോയിരുന്നു ഉപവസിച്ചാൽ, പട്ടിണി ഇരുന്നാൽ ഉപവാസം വെറുതെ. അന്യായം ചെയ്യുന്നവർ താൻ ചെയ്ത അന്യായത്തിന് തക്കത് പ്രാപിക്കും, മോഹപക്ഷമില്ല എന്ന് കൊലോസ്യർ 3-25 വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. ഇതൊക്കെ നിരപ്പായിട്ടാണോ ഉപവസിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കലാപരിപാടികൾ ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, വചനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പരിപാടിയല്ലേ ഇന്ന് നടക്കുന്നത്? ഇതൊക്കെ ദൈവത്തെ പ്രസാദിക്കാനോ, ദൈവത്തിൻ്റെ അംഗീകാരം കിട്ടാനോ, ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കാനോ, ദൈവശക്തിയാൽ നിറയാനോ, അതോ പിശാച് കയറി മേയാനോ? ഗൗരവത്തിൽ ചിന്തിക്കണമേ. ഇത് എളുപ്പമാർഗമല്ല. പലരും ചിന്തിക്കുന്ന പോലെ ദൈവം എല്ലാം ക്ഷമിച്ചേക്കും. ഇല്ല. ദൈവത്തോട് ഏറ്റുപറയേണ്ടതാ, ദൈവത്തോട് ഏറ്റുപറയണം.
മനുഷ്യരോട് ഏറ്റു പറയേണ്ടത് മനുഷ്യരോട് പോയി ഏറ്റു പറയണം. നമ്മുടെ അകത്തെ അഹന്ത, ഞാനെന്ന ഭാവം തകർക്കപ്പെടണം. ഇല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുകയില്ല. ഞാൻ ഈ വീഡിയോ ഈ ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ചപ്പോൾ ഇത് ചെറു കട്ടിയാണല്ലോ, ഇത് നെഗറ്റീവ് കമൻസ് ധാരാളം വരാൻ സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചതാണ്. പക്ഷേ ഞാൻ ദൈവത്തെ അനുസരിച്ചില്ല എങ്കിൽ, ദൈവാത്മാവിനെ അനുസരിച്ചില്ല എങ്കിൽ ഞാൻ കുറ്റക്കാരനാക്കി. നീ ആയിരക്കണക്കിന് വിമർശനം വന്നാലും പ്രശ്നമില്ല. ഇതാണ് സത്യം. വെറുതെ പട്ടിണിരിക്കുകയോ. ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ, ധാരാളം ഉപവസിക്കുമെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ ഒരു 21 ദിവസം ഉപവസിച്ചിട്ടുള്ളൂ. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. ദൈവസ്ഥലം താഴ്ന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവ വഴി കാണിക്കാൻ ഒരു ഡിമാൻഡ് ദൈവത്തിന് വെച്ചില്ല. ഒരു ഡിമാൻഡും വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷേ ദൈവത്തിന് സമർപ്പിച്ചു, ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു, പ്രാർത്ഥിച്ചു. അത്രമാത്രം. ഒരു ക്ഷീണവും എനിക്കില്ലായിരുന്നു. എൻ്റെ ശരീരത്തിൽ നല്ല ബലമായിരുന്നു. ഒന്നും പ്രത്യേകിച്ച് തൈര് കുടിക്കേണ്ടിയും വന്നില്ല, മോര് കുടിക്കേണ്ടിയും വന്നില്ല, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം ആത്മനടത്തിപ്പിലായിരുന്നു ദൈവസേന ചെയ്യുന്നത്. അന്ത്യത്തിൽ ഒരു വാക്യം മാത്രം കർത്താവിനിക്കുന്നു, അത് മതി. പിന്നീടുള്ള എൻ്റെ ജീവിതം, അതിനോടുള്ള തുടർന്നുള്ള എൻ്റെ യാത്ര ഒക്കെ ദൈവം നിയമിച്ചു. എനിക്ക് എൻ്റെ ക്ഷീണം ഒന്നുമില്ല. ദൈവഹിതത്തിൽ നാം ഇരുന്നാൽ തീർച്ചയായും ക്ഷീണവും തളർച്ചയും ഒന്നും ഉണ്ടാകത്തില്ല. കാരണം ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 1, സമയം വേർതിരിക്കുക. അതിനായി തന്നെ സമയം വേർതിരിക്കുക. ജീവിതത്തെ ശോധന ചെയ്യുക. 3, നിരപ്പ് പ്രാപിക്കുക. മനുഷ്യരോട് നിരപ്പ് പ്രാപിക്കേണ്ട സ്ഥാനത്ത് നിരപ്പ് പ്രാപിക്കാതെ ഉപവസിച്ചാൽ, പട്ടിണി ഇരുന്നാൽ അത് ഉപവാസമാകത്തില്ല. ദൈവം പ്രസാദിക്കുന്നതില്ല. കൊടുത്തു തീർക്കുക. ഇപ്പം കയ്യിലില്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുക. ഞാൻ ഇത്ര നാളിനുള്ളിൽ തന്നു തീർക്കാം. പ്രശ്നം തീർന്നു. ഞാൻ പലരോടും വായ്പ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിക്കാത്തത് വചനപ്രകാരം ചെയ്തതാണ് വാങ്ങിച്ച് ജാമ്യം നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ളത് ഞാൻ കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇന്ന് നാം കാണുന്നതോ അന്യോന്യം കേസും വഴക്കും ശണ്ടയും കലഹവും മത്സരവും ഭിന്നതയും പോരിനെ വിളിക്കുകയും വാഗ്വാദങ്ങളും എല്ലാം നടത്തിയിട്ട് യാതൊരു മനസാക്ഷിക്കൊത്തുമില്ലാതെ നാം പോയിരുന്നു ഉപവസിക്കുന്നു പറയുന്നെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമുള്ള ഉപവാസമല്ല. ദൈവം അംഗീകരിക്കുകയുമില്ല. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ദൈവഹിതത്തിന് സമർപ്പിക്കുക. നമ്മുടെ കുറേ ഇങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ, പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നില്ല. പക്ഷേ ദൈവഹിതത്തിന് ഒത്തോണം. ദൈവാത്മാവ് പോലും നമുക്ക് വേണ്ടി പ്രക്ഷോഭം ചെയ്യുന്നത് ദൈവഹിതത്തിന് ഒത്തവണ്ണം. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതത്തിന് ഒത്തവണ്ണം സമ്പൂർണമായ സമർപ്പണമാണ് ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ലക്ഷണം. കർത്താവെ, അവിടുന്ന് എന്ത് കൽപ്പിച്ചാലും, അവിടുത്തെ ഹിതം എന്തായാലും അതിന് ഞാൻ തയ്യാർ. അതില്ലാതെ പട്ടിണി ഇരുന്നാൽ അത് ഉപവാസമല്ല, ദൈവപ്രകാരമുള്ള ഉപവാസമല്ല, നിരാഹാര സമരമായിരിക്കും. ദൈവപ്രകാരം ഉള്ള ഉപവാസമാണോ? പൂർണ്ണ വിധേയത്വം നമുക്ക് വേണം. നീ എന്ത് കൽപ്പിച്ചാലും എന്നനുസരിക്കാം. ഇന്ന് പലർക്കും സംഭവിക്കുന്നത് യെരമ്യാ പ്രവചനം 43-ാം അധ്യായത്തിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ 42-ാം അധ്യായത്തിൽ യെരമ്യാവ് ദൈവത്തിൻ്റെ ആലോചന അന്ന് അവരെ അറിയിച്ചു. ബാബേൽ രാജാവ് ദേശത്തെ ആക്രമിച്ച് കീഴടക്കി കുറച്ചാളുകളെ വെച്ചിരുന്നു. ആ ശേഷിപ്പ് മിസ്രൈമിലേക്ക് പോകാൻ മനസ്സ് വച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ യെരമ്യാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്തൻ്റെ ദൈവമായ യഹോവ എന്ത് കൽപ്പിച്ചാലും, ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ അനുസരിക്കും. അതാണ് അവരുടെ വാക്ക്. ശരി, അവൻ പ്രാർത്ഥിച്ചു. 10 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് യെരമ്യാവിന് മറുപടി കിട്ടി. അതവരെ അറിയിച്ചു. അവരുടെ വിചാരം മുഴുവൻ മിസ്രൈമിൽ പൊക്കവും ദൈവം പറയുന്ന. പക്ഷേ ദൈവത്തിനെ ആലോചന മറിച്ചാലും തൊട്ടുപുറകെ കാണുന്നത് നീ പറഞ്ഞത് തെറ്റാ, ദൈവത്തിൻ്റെ ആലോചനയല്ല.
മിസ്രൈമിൽ പോകണമെന്ന് പറയാൻ ദൈവം നിന്നെ അയച്ചിട്ടില്ല, നീ കള്ളം പറയുക എന്നും പറഞ്ഞ് അവരനുസരിച്ചില്ല. ഇന്നും അതല്ലേ, അവനവൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നു, അവനവന് എന്തെല്ലാം ആഗ്രഹമുണ്ടോ അതെല്ലാം അങ്ങോട്ട് എഴുതി വെക്കുക, ദൈവത്തോട് പറയാന്നാ പറയുന്നേ. ഞാൻ എപ്പോഴും ഇന്നും വിശ്വസിക്കുന്നു, എന്നും പറയുന്നു, കർത്താവ് അറിയാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. കർത്താവ് അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. ദൈവം അറിഞ്ഞും അനുവദിച്ചുവെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ ദൈവോദ്ദേശം കർത്താവിനുണ്ട്. എൻ്റെ ദൈവം തെറ്റ് ചെയ്യുന്നവനല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം തെറ്റ് ചെയ്യുകയില്ല. അവൻ പോഷ്ക്ക് പറയത്തില്ല. അവൻ വിശ്വസ്തൻ മാത്രം. അങ്ങനെയെങ്കിൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദോഷത്തിനായി ഒന്നും ചെയ്യുകയില്ല. ഇവിടെ നിർബന്ധമാണ്, പിടിച്ചു വാങ്ങല. ദൈവത്തിന് സമർപ്പിച്ചാൽ പോരെ. അവിടെ നന്നായിട്ട് നടത്തല്ലേ, സുവരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ നടക്കേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ എന്ന യശയാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന, നടക്കേണ്ടുന്ന വഴിയിൽ നടത്തുന്ന, നടക്കുന്ന വഴിയിലല്ല, നടക്കേണ്ടുന്ന വഴിയിൽ നടത്തുന്ന കർത്താവ്, വിലയ്ക്ക് വാങ്ങിയ യേശു കർത്താവെങ്കിൽ നടത്തുവാനും അവൻ വിശ്വസ്തൻ. ഇതെല്ലാം കൊതി എല്ലാ പദ്ധതിയും അങ്ങോട്ട് ഇറക്കി ചെയ്ത് മാനുഷികമായ പരിപാടിയെല്ലാം വെച്ചിട്ട് നിരാകരണ സത്യാഗ്രഹമാണ്. ഇതാണ് നടക്കുന്നേ. അപ്പോൾ സമ്പൂർണമായി ദൈവം എന്തായാലും ദൈവവശം നടക്കട്ടെ. അപ്പോഴേ നമ്മൾ അർത്ഥവത്തായി കർത്താവിനോട് അടുത്തിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, ഒന്ന് സമയം വേർതിരിച്ചാൽ, മാത്രമല്ല കഴിയുന്നിടത്തോളം വിശ്വാസികളല്ലാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ അനുവദിക്കാതിരിക്കുക. ചന്തസ്ഥലത്തും പൊതുമൈതാനത്തും അല്ല വിശ്വാസികളുടെ ഉപവാസം നടക്കേണ്ടത്. അതാ പറഞ്ഞത്, ദൈവത്തിൽ കാണുന്ന മാതൃകയ്ക്ക് തികച്ചും വിരുദ്ധമായിട്ടാണ് വചനത്തെ അസ്ഥാനത്ത് ഉപയോഗിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ സമയം വേർതിരിക്കുക, ജീവിതത്തെ പരിശോധിക്കുക, വീഴ്ചകൾ കണ്ടുപിടിക്കുക, എവിടെ വീണെന്ന് കണ്ടുപിടിച്ച് അത് ഏറ്റുപറയുക, ആത്മാർത്ഥമായി ഏറ്റുപറയുക, നിരപ്പ് പ്രാപിക്കുക. മനുഷ്യരോട് ആർക്കെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിമാനമല്ല നോക്കേണ്ടത്, ദുരഭിമാനമല്ല, ചെന്ന് കാല് പിടിച്ച് ക്ഷമ ചോദിക്കുക. നിരപ്പ് പ്രാപി കൊടുത്തു തീർക്കേണ്ടതുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കുക. അന്യൻ്റെ വസ്തു സൂര്യാസ്തമയത്തിനപ്പുറം പോലും നമ്മുടെ ഉള്ളിൽ ഇരിക്കരുത്, നമ്മുടെ വീട്ടിൽ ഇരിക്കരുത്. ഇതാ പ്രമാണം. ഈ നാളുകൾ നിരപ്പ് പ്രാപിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി ദൈവത്തിന് സമ്പൂർണമായി ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ ദൈവത്തിൻ്റെ വാക്കനുസരിക്കും എന്ന തീരുമാനത്തോടെ നാം ഉപവസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉപവാസങ്ങൾ വിജയകരമാകും. ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും, നടക്കേണ്ടുന്ന വഴിയെ നമ്മെ നടത്തും, ആവശ്യമായ ആലോചന നമുക്ക് തരും, ആവശ്യമായ ശക്തി നമുക്ക് തരും. അതുവരെ അവന് കാത്തിരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവഹിതപ്രകാരമുള്ള ഉപവാസത്തിൽ സംഭവിക്കേണ്ടത്. ശബ്ദം 48-ാം അധ്യായം 8-ാം വാക്യം മുതൽ നോക്കാം. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സുപോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പുറത്തു വരും, നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. പിന്നെ ഇടയ്ക്ക് പറയുന്നു, നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും. അങ്ങനെയൊക്കെ ചെയ്താൽ അടുത്ത വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നതിന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവ ഉത്തരവാദിത്തം എപ്പോൾ? അന്യായബന്ധങ്ങളായിരിക്കുമ്പോൾ, നൂഹത്തിൻ്റെ അമിക്കറികളായിരിക്കുമ്പോൾ, എല്ലാ നുഖവും തകർക്കുമ്പോൾ. ഈ നാളുകളിൽ ആ വിധത്തിൽ ഒരു ഏകീകരണം, ഒരു ശുദ്ധീകരണം, ഒരു വിശുദ്ധീകരണം, ഒരു ക്രമീകരണം ദൈവജനത്തിൻ്റെ മധ്യേ ഉണ്ടായി. അങ്ങനെ നാം ഉപവസിക്കുമ്പോൾ നമ്മുടെ ഉപവാസം ഫലപ്രദമാകും. കർത്താവ് നമ്മോട് സംസാരിക്കും, ദൈവം നമ്മെ വഴി നടത്തും, ദൈവമത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ആ നിലയിൽ ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ
നമുക്കിടയാകും. ഞാനിതാ എന്ന് നാം വിളിക്കുമ്പോൾ തന്നെ ഞാനിതാ എന്ന് അവന് ഉത്തരവാണ്. കാരണം നമ്മുടെ ഹൃദയവും ദൈവഹൃദയവും ഒന്നുപോലെ ദൈവേഷ്ടത്തിന് വിരുദ്ധമായി ഒന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെയുള്ള ഉപവാസം ഉപവസിപ്പാൻ, ആ വിധത്തിൽ ദൈവപ്രസാദം മരുമാറ് ഉപവസിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകൾ നമ്മുടെ ഉപവാസമോ പ്രാർത്ഥനയോ ദൈവം പ്രസാദിക്കുന്ന, ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന, ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന, ദൈവോദ്ദേശം വെളിപ്പെടുന്ന, ദൈവമഹത്വം നമ്മുടെ പിൻപടയായിരിക്കുന്ന, ദൈവീയ ഉത്തരം പ്രാപിച്ച് ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മാറട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് പറയാൻ ഉദ്ദേശിച്ചല്ലെങ്കിലും ദൈവാത്മാവിൻ്റെ നിർബന്ധത്താൽ ഞാനിത് പറയുന്നു. എനിക്ക് ആരെയും ഹേർട്ട് ചെയ്യണമെന്നോ ഒന്നും ഉദ്ദേശമില്ല. ദൈവാത്മാവ് ചിന്തിപ്പിച്ചുകൊണ്ട് ഞാനിത് പങ്കുവെക്കുന്നു. ഇത് ചിലർക്കെങ്കിലും അനുഗ്രഹമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവവചന പ്രകാരം ദൈവിക വ്യവസ്ഥയിൽ അവനോട് അടുത്ത് ചെന്ന് അവൻ്റെ മഹത്വം അനുഭവിച്ച് അവൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവോദ്ദേശം പ്രാപിച്ച് കർത്താവായ യേശുവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. അല്ലാതെ ഉള്ള മറ്റ് ദൈവവചനത്തിൻ്റെ അതിര് വിട്ടുള്ള കാര്യങ്ങൾ വീണ് നമ്മുടെ വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെടുത്തി, നമ്മുടെ പദവി നഷ്ടപ്പെടുത്തി ശിക്ഷ വാങ്ങിച്ച് കെട്ടതെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ശ്രേയവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഉപവാസത്തെക്കുറിച്ച് വീണ്ടും ചിന്തിപ്പാൻ കർത്താവിൻ്റെ അവസരം തന്നല്ലോ. ഉപവാസത്തിന് സമയം വേർതിരിപ്പാൻ കർത്താവെ സ്വയശോധന ചെയ്യുവാൻ, നാഥ നിരപ്പ് പ്രാപിക്കാൻ, ദൈവത്തിന് സമർപ്പിപ്പാൻ ഉള്ള വിനയവും വിവേകവും അവിടുന്ന് ഞങ്ങൾക്ക് തന്ന് അങ്ങയുടെ പാതയിൽ ഞങ്ങളെ നടത്തണമേ. നാഥ, അതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് സംസാരിക്കണമേ, അവിടുന്ന് ഇടപെടണമേ. കർത്താവേ, ഈ നാളുകളിൽ അങ്ങയ്ക്ക് പ്രസാദമായ രീതിയിൽ നാഥ ഞങ്ങൾ പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും അതുമൂലം അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കുമാറാണമേ. നിങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.